ഹായ് ഗൈസ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ Mi Band 4C എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ബാൻഡിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇതിനെ റെഡ്മി ബാൻഡ് എന്ന് പറഞ്ഞാണ് ഇന്ത്യ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 2000 രൂപയ്ക്കകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സ്മാർട്ട് ബാൻഡ് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇന്ന് ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പങ്കുവയ്ക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ ബോക്സ് നമുക്ക് ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ബാൻഡ് തന്നെയാണ്. രണ്ടാമത് നമുക്ക് അതിനകത്തൊരു യൂസർ മാനുവൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ യൂസർ മാനുവലിനകത്ത് ഒരു QR കോഡ് ഉണ്ട്. അത് ജസ്റ്റ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പെയർ ചെയ്യേണ്ട ആപ്ലിക്കേഷന് ലിങ്ക് ലഭിക്കുന്നതാണ്. ആ ലിങ്ക് വഴി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ ബാൻഡിൽ വരുന്ന സ്റ്റാറ്റസുകളെല്ലാം മൊബൈലിലേക്ക് മാറ്റുകയും അതുകൂടാതെ തന്നെ മൊബൈൽ വഴി കൺട്രോൾ ചെയ്ത് നമുക്ക് വാച്ച് ഫേസുകൾ നമുക്ക് മാറ്റാനും സാധിക്കുന്നതാണ്. ഏകദേശം 50-ൽ പരം വാച്ച് ഫേസുകൾ നമുക്ക് ആപ്പ് വഴി സ്മാർട്ട് ബാൻഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. സോ അടുത്ത് തന്നെ ഡിസൈനിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ സാധാരണ കാണുന്ന ഡിസൈനിൽ നിന്ന് വ്യത്യാസമായ ഒരു റെക്റ്റാങ്കുലർ ഡയലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. TPU സ്ട്രാപ്പും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുമ്പോൾ ഒരു ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ തന്നെ ഡീപ്പ് ബ്ലൂ, ഒലിവ് ഗ്രീൻ, വൈബ്രൻറ്റ് ഓറഞ്ച് തുടങ്ങിയ കളറിലുള്ള വേരിയൻറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ 1.08 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 200 നിറ്റ്സ് ബ്രൈറ്റ്നസ്സും ഇതിലുണ്ട്. ബ്രൈറ്റ്നസ് ലെവൽ മാക്സിമം ആക്കിക്കൊണ്ട് നമ്മൾ ഔട്ട്ഡോറിൽ പോകുമ്പോൾ ഡിസ്പ്ലേ വിസിബിൾ ആണ്. മീൻസ് നല്ലപോലെ വിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു ആവറേജ് ഡിസ്പ്ലേ എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കിട്ടാവുന്ന ഒരു ആവറേജ് ഡിസ്പ്ലേ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം അങ്ങനെ ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് 24 hours ഹെർട്സ് റേറ്റ് മോണിറ്ററിങ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ കുറച്ച് വർക്കൗട്ട്സ് മോഡുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉപകാരപ്പെടും. പിന്നെ നമുക്ക് വെതറിൻ്റെ ഇൻഫർമേഷൻ മൊബൈൽ വഴി സിങ്ക് ചെയ്ത് നമുക്ക് വാച്ചിൽ അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാനും ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നതാണ്. മ്യൂസിക് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് വേറൊരു മ്യൂസിക് നമുക്ക് എടുക്കണം, മീൻസ് നമുക്ക് സ്കിപ്പ് ചെയ്ത് നമുക്ക് പോകാനും ഒക്കെ ഈ ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റോപ്പ് വാച്ച്, ടൈമർ, പിന്നെ ഫൈൻഡ് മൈ ഫോൺ എന്ന് പറയുന്ന ഓപ്ഷന് ഒക്കെ ലഭിക്കുന്നതാണ്. പിന്നെ സെറ്റിംഗ്സിനകത്ത് നമുക്ക് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് വാച്ച് റീബൂട്ട് ചെയ്യാനും ഫാക്ടറി ഡേറ്റ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ചാർജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ആ സ്ട്രാപ്പ് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു പിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ആ പിന്ന് നമ്മൾ നമ്മുടെ അഡാപ്റ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ ഈ ബാൻഡ് നമ്മൾ ചാർജ് ചെയ്യാൻ ഇടുന്നത്. അപ്പോൾ ഏകദേശം 2 hours ആണ് ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത്. 14 ദിവസത്തോളം ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സോ ഗൈസ്, എന്തായാലും ഓവറോൾ ഒരു 2000 രൂപയ്ക്കകത്ത് വാങ്ങിക്കാൻ കിട്ടുന്ന നല്ലൊരു സ്മാർട്ട് ബാൻഡ് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തായിട്ട് വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സിർബിനു തോമസ് ഓൺ ടെക് ബൈറ്റ്സ്. ബൈ.